നമസ്കാരം. നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത് മാനസികാരോഗ്യത്തെക്കുറിച്ചാണ്. മെൻ്റൽ ഹെൽത്ത്. നമുക്കൊരു ഉദാഹരണത്തോടു കൂടി തുടങ്ങാം. നമ്മൾ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പാത്രം നമ്മുടെ കയ്യിൽ നിന്ന് താഴെ പോയി എന്ന് വിചാരിക്കാം. നമുക്കുണ്ടാകുന്ന അനുഭവം തീർച്ചയായിട്ടും അൺപ്ലസൻ്റ് ആയിരിക്കും. നമുക്ക് സുഖകരമല്ലാത്ത അനുഭവമാണ് ഉണ്ടാകാൻ പോകുന്നത്. കാരണം നമ്മൾ സാധാരണഗതിയിൽ സംഭവിക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യം സംഭവിച്ചു. അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാൻ പോകുന്നതാണ്. ഒന്ന് ഭക്ഷണം നഷ്ടപ്പെട്ടേക്കാം, തറ വൃത്തികേടായേക്കാം, പാത്രം പൊട്ടിയേക്കാം. പിന്നെ ഒരുപക്ഷെ ഒരു സോഷ്യൽ സിറ്റുവേഷനിലാണെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ നമ്മളെ നോക്കുകയും നമ്മുടെ വീട്ടിൽ മറ്റുള്ളവർ നമ്മളെ ശകാരിക്കുകയും അങ്ങനെയുള്ള സോഷ്യലായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടായേക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് അവിടെ ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ആങ്സൈറ്റി ഉണ്ടാകാം. ഇനി ഇതേ സ്ഥാനത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന പാത്രത്തിന് പകരം നമ്മുടെ കയ്യിൽ നമ്മൾ കളിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കുഞ്ഞ് നമ്മുടെ കയ്യിൽ താഴെ പോയി എന്ന് കരുതിക്കൊള്ളൂ. തീർച്ചയായിട്ടും ഇതുപോലെ ആങ്സൈറ്റിയാണ് നമുക്ക് ഉണ്ടാകാൻ പോകുന്നത്. പക്ഷേ അളവ് വ്യത്യസ്തമായിരിക്കും. കയ്യിൽ നിന്നും പാത്രം താഴെ പോയാൽ ഉണ്ടാകുന്ന ആ ഡിസ്കംഫർട്ടിൻ്റെ എത്രയോ മടങ്ങ് കൂടുതലായിരിക്കും കയ്യിൽ നമ്മൾ കളിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കുഞ്ഞ് താഴെ പോയാൽ. അത് കൂടുതൽ ഗൗരവകരമായിട്ടുള്ള ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുള്ള, കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള, കൂടുതൽ ബുദ്ധിമുട്ടുകൾ നമുക്ക് ഉണ്ടാക്കാൻ സാധ്യതയുള്ള സാഹചര്യമായതുകൊണ്ട് നമ്മുടെ പ്രതികരണം അത്ര കണ്ട് വലുതായിരിക്കും. ഇനി ഒരു പ്രത്യേക വ്യക്തിക്ക് കയ്യിൽ നിന്നും പാത്രം താഴെ പോകുമ്പോൾ കയ്യിൽ നിന്നും ഒരു കുഞ്ഞ് താഴെ പോയാൽ ഉണ്ടാകുന്ന അത്രയും വൈകാരിക അനുഭവമാണ് ഉണ്ടാകുന്നതെന്ന് കരുതിക്കോളൂ. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കാരണം ഒരു സാധാരണ സാഹചര്യത്തിന് ആനുപാതികമല്ലാത്ത മാനസിക വൈകാരിക പ്രതികരണം ഉണ്ടായാൽ നമുക്കത് ബുദ്ധിമുട്ടുണ്ടാക്കും. അപ്പോൾ അവിടെ ഉള്ളത് ഒരു മാനസികാരോഗ്യ പ്രശ്നമാണ് എന്ന് പറയാം. നമുക്ക് എല്ലാവർക്കും ഉത്കണ്ഠ ഉണ്ടാകും. പക്ഷേ ആനുപാതികമല്ലാതെ ഉണ്ടാകുമ്പോൾ അതൊരു ആരോഗ്യ പ്രശ്നമായിട്ട് മാറും. അപ്പോൾ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് എങ്ങനെയാണ് നമ്മുടെ ചിന്തകളുമായി മാനസികാരോഗ്യത്തിനും മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്കും ബന്ധമുള്ളത്, അവ പരസ്പരം എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു, അവയെ നമുക്ക് എങ്ങനെ തിരിച്ചറിയാം. ഇതാണ് നമുക്കിനി സംസാരിക്കേണ്ടത്. നമ്മുടെ നാട്ടിൽ മാനസിക ആരോഗ്യത്തെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളാണ് പലപ്പോഴും കാണാറുള്ളത്. അല്ലെങ്കിൽ മാനസികാരോഗ്യ പ്രശ്നങ്ങളെ, മാനസികാരോഗ്യം എന്ന വിഷയത്തെ നമ്മൾ എങ്ങനെ കാണുന്നു എന്നുള്ളത് പരിശോധിച്ചാൽ പലപ്പോഴും തീർത്തും അൺസയൻറ്റിഫിക് ആയിട്ടുള്ള അന്ധവിശ്വാസങ്ങളിൽ, തെറ്റിദ്ധാരണകളിൽ ഒക്കെ അധിഷ്ഠിതമായിട്ടുള്ള ആശയങ്ങളാണ്, ധാരണകളാണ് നമ്മൾ മാനസികാരോഗ്യത്തെക്കുറിച്ച് വെച്ച് പുലർത്തുന്നത്. ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങൾ പറയുന്നതിന് മുമ്പ് ഒരു ജാമ്യം എടുത്തോട്ടെ. ഞാനൊരു മെൻ്റൽ ഹെൽത്ത് എക്സ്പേർട്ടല്ല. പക്ഷേ നമ്മളിവിടെ സംസാരിക്കുന്നത് മാനസികാരോഗ്യത്തെക്കുറിച്ച് നമുക്ക് അടിസ്ഥാനപരമായി മനസ്സിലാക്കിയിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. ഒരു പക്ഷേ നമ്മൾ നമ്മുടെയോ നമുക്ക് ചുറ്റുമുള്ളവരുടെയോ മാനസികാരോഗ്യ പ്രശ്നങ്ങളെയോ എങ്ങനെ കാണുന്നു എന്നുള്ളതിനെ മാറ്റാൻ ഒരു പക്ഷേ ഈ അറിവുകൾ നമ്മളെ സഹായിച്ചേക്കും. നമുക്ക് മുമ്പോട്ട് പോകാം. നമ്മളിവിടെ സംസാരിക്കാൻ പോകുന്ന മനുഷ്യൻ്റെ ചിന്തകളെക്കുറിച്ചാണ്. നമ്മുടെ ചിന്തകൾ പ്രധാനമായിട്ടും 3 തലത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് നമുക്ക് കാണാം. അതായത് 3 തലത്തിൽ. ആദ്യം വളരെ സൂപ്പർഫിഷ്യലായിട്ട്, ഉപരിപ്ലവമായിട്ട് നമ്മൾ കാണുന്നത്, അതിന് തൊട്ട് പിന്നിൽ അതിനെ നിയന്ത്രിക്കുന്ന മറ്റൊരു തലത്തിലുള്ള ചിന്തകൾ, അതിൻ്റെയും താഴെ കുറച്ചുകൂടി ആഴത്തിൽ ഉള്ള വേറെ കുറച്ച് ചിന്തകൾ. ഇതിനെ നമുക്ക് 3 ഈ തലങ്ങളെ നമുക്ക് ഒരു ഉദാഹരണം വെച്ച് ഉദാഹരണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കും. നിങ്ങളൊരു വിദ്യാർത്ഥിയോ ഒരു ജോലി ചെയ്യുന്ന ഒരു സാധാരണ ഉദ്യോഗസ്ഥനോ ഒക്കെ ആയിക്കൊള്ളട്ടെ. നിങ്ങളൊരു പ്രസൻറ്റേഷൻ തയ്യാറെടുക്കുകയാണ്. അതായത് ഒരാൾക്കൂട്ടത്തിന് മുമ്പിൽ ഒരു വേദിയിൽ ഒരു വിഷയം അവതരിപ്പിക്കാൻ നിങ്ങൾ തയ്യാറെടുക്കുകയാണ്. നിങ്ങൾക്കുണ്ടാകാൻ പോകുന്ന മാനസിക അനുഭവം എന്തായിരിക്കും? ഭൂരിഭാഗം മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അതൊരു ആങ്സൈറ്റി, ഒരു ഉത്കണ്ഠ ഉണ്ടാക്കുന്ന സാഹചര്യമാണ്. അതായത് ഒരുപാട് പേര് നമ്മളെ നോക്കിയിരിക്കുമ്പോൾ, അവരുടെ ശ്രദ്ധ നമ്മളിലേക്കായിരിക്കുമ്പോൾ നമ്മൾ അവരുടെ മുമ്പിൽ ചില കാര്യങ്ങൾ അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. ഇതിനെ നമ്മൾ വിളിക്കുന്നത് പെർഫോമൻസ് ആങ്സൈറ്റി എന്നാണ്. എല്ലാ മനുഷ്യർക്കും കൂടിയും കുറഞ്ഞുമുള്ള അളവിൽ ഇതുണ്ടാകാറുണ്ട്. നമ്മൾ സ്റ്റേജ് ഫിയർ, സഭാകമ്പം എന്നൊക്കെ വിളിക്കുന്ന അടിസ്ഥാനപരമായി ഈ പെർഫോമൻസ് ആങ്സൈറ്റി തന്നെയാണ്. അപ്പോൾ ഇവിടെ നമുക്കുണ്ടാകുന്ന ആ പ്രതികരണത്തെ നമുക്ക് മനസ്സിലാക്കണം. ഇപ്പോൾ ഒരാളിന് സ്റ്റേജിൽ കയറി ഒരു കാര്യം അവതരിപ്പിക്കേണ്ടി വരുമ്പോൾ വല്ലാത്ത ഉത്കണ്ഠ ഉണ്ടാകുന്നു എന്ന് കരുതിക്കൊള്ളൂ. അതായത് അദ്ദേഹത്തിന് അൺകംഫർട്ടബിളായിട്ട് തോന്നുന്ന രീതിയിൽ വല്ലാത്ത ഒരു സുഖക്കുറവോ ബുദ്ധിമുട്ടോ ഉണ്ടാക്കുന്ന തരത്തിലുള്ളൊരു ഉത്കണ്ഠ അനുഭവിക്കുന്ന ഒരാളെ എടുക്കുക. നമ്മളവിടെ അന്വേഷിക്കേണ്ടത് ഈ ഉത്കണ്ഠ എന്ന് പറയുന്നത് ആ പ്രത്യേക പ്രതികരണത്തോട് പെട്ടെന്നൊരാൾ ഒരു പക്ഷേ ഒരു മേലുദ്യോഗസ്ഥനോ ടീച്ചറോ ആവശ്യപ്പെടുകയാണ്, ഈ സ്റ്റേജിൽ കയറി ഈ കാര്യം നിങ്ങൾ അവതരിപ്പിക്കണം എന്ന് പറയുമ്പോൾ ആ സിറ്റുവേഷൻ നമ്മളിൽ ഉണ്ടാക്കുന്ന, ആ വ്യക്തിയിൽ ഉണ്ടാക്കുന്ന ഉത്കണ്ഠ എന്ന് പറയുന്നത് ഒരു ഇമ്മീഡിയറ്റ് റെസ്പോൺസാണ്, അല്ലെങ്കിൽ പെട്ടെന്നുണ്ടാകുന്ന പ്രതികരണമാണ്. അതായത് അദ്ദേഹം ആലോചിച്ചിട്ട്, ഞാൻ ഇനി സ്റ്റേജിൽ കയറണമല്ലോ, അപ്പോൾ ആളുകളെല്ലാം എന്നെ നോക്കുമല്ലോ, എനിക്ക് ഇത്രയും കാര്യങ്ങൾ അവിടെ പറയേണ്ടതുണ്ടല്ലോ, അങ്ങനെയെങ്കിൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ അപകടമോ അല്ലെങ്കിൽ ആളുകൾ എന്നെക്കുറിച്ച് മോശം വിചാരിക്കുമോ എന്നിങ്ങനെ ആലോചിച്ച് ബോധപൂർവം ഉണ്ടാക്കിയിട്ടല്ല ആ ആൾ ആങ്ഷ്യസ് ആകുന്നത്,
അദ്ദേഹം ഉത്കണ്ഠാകുലനാകുന്നത്. ഇത്തരം ചിന്തകളെ നമ്മൾ ഓട്ടോമാറ്റിക് തോട്ട്സ് എന്നാണ് വിളിക്കുന്നത്. അതായത് നമ്മൾ ബോധപൂർവ്വം ആലോചിച്ചുണ്ടാക്കുന്ന ചിന്തകളല്ല. നമുക്ക് പരിചയമുള്ള ഒരാൾ നമുക്കെതിരെ വരുമ്പോൾ നമുക്ക് ചിരിക്കാൻ തോന്നുന്നത്, നമ്മളൊരാൾ വഴക്ക് പറയുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്നത്, നമുക്ക് പെട്ടെന്ന് സന്തോഷമുള്ളൊരു വാർത്ത കേൾക്കുമ്പോൾ, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗുണമുള്ള ഒരു കാര്യം വാർത്തയായിട്ട് നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത്, ഇതെല്ലാം ഓട്ടോമാറ്റിക് തോട്ട്സാണ്. അപ്പോൾ ഓരോ മനുഷ്യർക്കും അവരവരുടെ രീതിയിലായിരിക്കും ഈ ഓട്ടോമാറ്റിക് തോട്ട്സ് വർക്ക് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ക്ലാസ് റൂം എടുത്തു കഴിഞ്ഞാൽ ടീച്ചർ വഴക്ക് പറഞ്ഞാൽ 2 വ്യത്യസ്ത വിദ്യാർത്ഥികൾ ഒരേ തരം വഴക്ക് പറയലിനോട് 2 രീതിയിലായിരിക്കും പ്രതികരിക്കുന്നത്. അതായത് അവരുടെ പ്രതികരണം, അവരുടെ പ്രതികരണമായിട്ട് നമ്മൾ കാണുന്ന അവരുടെ ഓട്ടോമാറ്റിക് തോട്ട്സ് ഡിഫറൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഓട്ടോമാറ്റിക് തോട്ട്സ് എവിടെ നിന്നാണ് വരുന്നത്. ഒരു പ്രത്യേക സാഹചര്യത്തിൽ എങ്ങനെ പ്രതികരിക്കണം എന്ന് നമ്മൾ സ്വാഭാവികമായിട്ട് തീരുമാനമെടുക്കുന്നു. പെട്ടെന്നുണ്ടാകും ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന തീരുമാനത്തിന് പിന്നിൽ വേറെ ചില ചിന്തകൾ പ്രവർത്തിക്കുന്നുണ്ട്. അവയെ നമ്മൾ വിളിക്കുന്നത് ഇൻ്റർമീഡിയറ്റ് ബിലീഫ്സ് എന്നാണ്. അതായത് നമ്മളെക്കുറിച്ച്, നമ്മൾ ഈ ലോകത്തോട് എങ്ങനെ പ്രതികരിക്കണം, എങ്ങനെ പെരുമാറണം എന്നതിനെക്കുറിച്ച് നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ചില നിയമങ്ങളാണ് ഇൻ്റർമീഡിയറ്റ് ബിലീഫ്സ്. ഒരു പ്രത്യേക കാര്യം എങ്ങനെയാകണം അല്ലെങ്കിൽ എങ്ങനെ ആകരുത് എന്ന് നമ്മൾ കരുതിയിരിക്കുന്ന ചില നിയമങ്ങൾ. നമ്മൾ നേരത്തെ പറഞ്ഞ പെർഫോമൻസ് ആങ്സൈറ്റിയുടെ ഉദാഹരണം, നമ്മളൊരു പ്രസൻറ്റേഷന് തയ്യാറെടുക്കുമ്പോൾ, വേദിയിലേക്ക് കയറാൻ തയ്യാറെടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ആ ഡിസ്കംഫർട്ട്, ആ അസുഖകരമായിട്ടുള്ള അനുഭവത്തിന് പിന്നിൽ പ്രവർത്തിക്കുന്നത് ഒരുപക്ഷെ അത്തരത്തിലുള്ള ഒരു ഇൻ്റർമീഡിയറ്റ് ബിലീഫായിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എപ്പോഴും ഒരു മിസ്റ്റേക്കും ഇല്ലാതെ പെർഫെക്റ്റായിട്ട് സംസാരിക്കേണ്ടതാണ്, അല്ലെങ്കിൽ ഞാനൊരു കൂട്ടം ആളുകളുടെ മുമ്പിൽ സംസാരിക്കേണ്ടി വന്നാൽ ഒരിക്കൽ പോലും പിഴവ് വരുത്തരുത്. ശ്രദ്ധിക്കണം, ഇതിനൊരു നിയമത്തിൻ്റെ സ്വഭാവമാണ് ഉണ്ടാകുക. ഇത്തരം ചിന്തകൾക്ക് ഞാൻ എപ്പോഴും പിഴവുകൾ വരുത്താതെ പെരുമാറുന്ന ആളായിരിക്കണം, മറ്റുള്ളവരുടെ മുമ്പിൽ സംസാരിക്കുമ്പോൾ എനിക്ക് മിസ്റ്റേക്കുകൾ ഉണ്ടാവാൻ പാടില്ല, പെർഫെക്റ്റ് ആയിരിക്കണം. ഈ ചിന്ത നമ്മുടെ മനസ്സിൽ ഇൻ്റർമീഡിയറ്റ് ബിലീഫായിട്ട് കൊണ്ട് നടക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പബ്ലിക് പ്ലേസിൽ പെരുമാറേണ്ടി വരുമ്പോൾ, ഒരു വേദിയിൽ പെർഫോം ചെയ്യേണ്ടി വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഓട്ടോമാറ്റിക്കായിട്ട് വരാൻ പോകുന്ന ചിന്ത ഈ ആങ്സൈറ്റി അല്ലെങ്കിൽ ഈ ഉത്കണ്ഠയായിരിക്കും. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം തെറ്റ് വരാൻ പാടില്ല, തെറ്റ് വരാനുള്ള സാധ്യതകൾ അവിടെ ഉണ്ട്. സ്വാഭാവികമായിട്ടും നമ്മൾ പലതിനെയും പേടിക്കും, നമ്മളിൽ നിന്നും വരാൻ സാധ്യതയുള്ള തെറ്റുകളെ നമ്മൾ പേടിക്കും. അപ്പോൾ ആ പേടി, അത് കാരണം ഉണ്ടാകുന്ന ആങ്സൈറ്റി, അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ആ ഇൻ്റർമീഡിയറ്റ് ബിലീഫ് എന്ന് പറയുന്നത് ഞാൻ പിഴവുകൾ വരുത്താൻ പാടില്ല എന്ന് ആ പിന്നിൽ കൊണ്ട് നടക്കുന്ന ചിന്തയായിരിക്കും. എന്തുകൊണ്ടാണ് ഈ ഇൻ്റർമീഡിയറ്റ് ബിലീഫ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത്തരം നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്? നമ്മളെക്കുറിച്ച് ഞാൻ പെർഫെക്റ്റ് ആയിരിക്കണമെന്നോ, ഞാൻ എല്ലാവരോടും എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രം പെരുമാറണം എന്നോ ഒക്കെയുള്ള നിയമങ്ങൾ ഒരാൾ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്? അതിന് പിന്നിൽ വളരെ ആഴത്തിൽ, വളരെ ഡീപ്പ് റൂട്ടഡ് ആയിട്ടുള്ള ഒരു കൂട്ടം ചിന്തകൾ നമ്മൾ കൊണ്ടു നടക്കുന്നുണ്ട്. അവയെ വിളിക്കുന്നത് കോർ ബിലീഫ്സ് എന്നാണ്. അതായത് നമ്മൾ വളരെ കുഞ്ഞു പ്രായം മുതൽ, നമ്മൾ ഈ ലോകത്തെ പരിചയിച്ച് തുടങ്ങിയ കാലം മുതൽ നമുക്കുണ്ടായ അനുഭവങ്ങളും മറ്റുള്ളവർ നമ്മളോട് പെരുമാറിയ രീതിയും നമ്മൾ ലോകത്തിൽ പെരുമാറിയതിന് കിട്ടിയ ഫീഡ്ബാക്കായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ചിന്തകളും, അങ്ങനെ എല്ലാം ചേർന്ന് നമ്മുടെ മനസ്സിൽ അടിയുറച്ചു പോയ കുറേ വിശ്വാസങ്ങളുണ്ട്. അവയാണ് നമ്മൾ കോർ ബിലീഫ് എന്ന് വിളിക്കുന്നത്. ഈ കോർ ബിലീഫുകളുടെ അടിസ്ഥാനത്തിലാണ് പലപ്പോഴും നമ്മൾ ഇൻ്റർമീഡിയറ്റ് ബിലീഫുകൾ ഉണ്ടാക്കുന്നത്. ഈ ഇൻ്റർമീഡിയറ്റ് ബിലീഫുകളാണ് ഒരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ നമ്മൾ സ്വാഭാവികമായി എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്ന് തീരുമാനിക്കപ്പെടുന്നത്. ഈ ഓട്ടോമാറ്റിക് തോട്ട്സിലേക്ക് അത് എത്തുമ്പോൾ ചിലപ്പോൾ അത് നെഗറ്റീവായിട്ട് മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരു പ്രശ്നം ഉണ്ടായെന്ന് വരാം. നമ്മൾ തുടങ്ങിയ ഉദാഹരണത്തിൽ പറഞ്ഞതുപോലെ, കയ്യിൽ നിന്നും ഒരു പാത്രം താഴെ പോകുമ്പോൾ കയ്യിലിരുന്ന ഒരു കുഞ്ഞ് താഴെ പോകുന്നത് പോലെ അതിന് സമാനമായ ആങ്സൈറ്റി റെസ്പോൺസ് ഉണ്ടായി എങ്കിൽ അത് തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമല്ല. അത് നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ചെയ്യുക. നമ്മൾ എല്ലാ കാര്യങ്ങളെയും ഇങ്ങനെ പേടിക്കാൻ ശ്രമിക്കും. നമുക്ക് പലപ്പോഴും കൂടുതൽ സമയവും ഡിസ്കംഫർട്ടായിരിക്കും ഉണ്ടാകുക. അവിടെ ഓട്ടോമാറ്റിക് തോട്ട്സ് എന്ന് പറയുന്നത് ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ് ആയിട്ട് മാറും. അപ്പോൾ എന്തുകൊണ്ടാണ് ഓട്ടോമാറ്റിക് നെഗറ്റീവ് തോട്ട്സ് ഉണ്ടാകുന്നത് എന്ന് ചോദിച്ചാൽ, പലപ്പോഴും ആരോഗ്യകരമല്ലാത്ത ഇൻ്റർമീഡിയറ്റ് ബിലീഫുകളും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന വസ്തുനിഷ്ഠമല്ലാത്ത അനാരോഗ്യകരമായിട്ടുള്ള കോർ ബിലീഫുകളും ആയിരിക്കാം. ഈ നമ്മുടെ ചിന്തകളുടെ ഈ 3 തലങ്ങളെ പരിചയപ്പെടുത്തിയിട്ട് വേണം നമുക്ക് മാനസിക ആരോഗ്യത്തെക്കുറിച്ച് സംസാരിക്കാം.
അവയിലേക്കാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. അതായത് നമ്മൾ എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ സ്വാഭാവികമായ നമ്മുടെ പെരുമാറ്റം എന്ന് പറയുന്നത് നമ്മുടെ ഓട്ടോമാറ്റിക് തോട്ട്സാണ്. നമ്മളങ്ങനെയാണ് സ്വാഭാവികമായിട്ട് ജീവിതത്തിൽ ഇടപെടുന്നത്, മറ്റ് വ്യക്തികളോടായാലും സാഹചര്യങ്ങളോടായാലും ഒക്കെ. അപ്പോൾ ഈ തോട്ട്സ്, ഓട്ടോമാറ്റിക്കായിട്ട് വരുന്ന ഈ തോട്ട്സിനെ പിന്നിൽ നിന്നും ഡ്രൈവ് ചെയ്യുന്ന, നമ്മൾ ഉണ്ടാക്കി വച്ചിരിക്കുന്ന നമ്മുടെ ഇൻ്റർമീഡിയറ്റ് ബിലീഫ്, അതിനും പിന്നിൽ പ്രവർത്തിക്കുന്ന നമ്മൾ ലോകത്തെക്കുറിച്ചും നമ്മളെക്കുറിച്ചും മറ്റുള്ളവരെക്കുറിച്ചും ഉണ്ടാക്കി വച്ചിരിക്കുന്ന കോർ ബിലീഫ്സ് എത്രത്തോളം വസ്തുനിഷ്ഠമാണ്, എത്രത്തോളം യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കുന്നതാണ്, ഇതൊക്കെ ചേർന്നാണ് നമ്മൾ സാഹചര്യങ്ങളോട് പെരുമാറുന്നത് എത്രത്തോളം ആരോഗ്യകരമാണ് എന്ന് തീരുമാനിക്കപ്പെടുന്നത്. അനാരോഗ്യകരമായിട്ടുള്ള അളവിൽ നമ്മൾക്ക് ഉത്കണ്ഠ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ നമ്മൾ വസ്തുനിഷ്ഠമല്ലാത്ത ഏതോ കോർ ബിലീഫിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കി വച്ചിരിക്കുന്ന ചില ഇൻ്റർമീഡിയറ്റ് ബിലീഫുകളായിരിക്കും എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ആങ്സൈറ്റി ഇഷ്യൂ, ഉത്കണ്ഠ പ്രശ്നം, അതൊരു പ്രശ്നമായിട്ട് നേരിടുന്ന ആളുകളെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. ഉത്കണ്ഠ എപ്പോഴും ഒരു പ്രശ്നമല്ല, അതൊരു സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പരീക്ഷയുടെ തൊട്ട് മുമ്പ് ഒരു വിദ്യാർത്ഥി അനുഭവിക്കുന്ന ഉത്കണ്ഠയാണ് അയാളെ പഠിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അയാൾ പഠിക്കുമ്പോൾ, പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുമ്പോൾ ആ വിദ്യാർത്ഥി ആ ഉത്കണ്ഠയെ പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മുമ്പിലേക്ക് കുരച്ചുകൊണ്ടൊരു പട്ടി ചാടിയാൽ നമ്മൾ പേടിക്കുന്നത്, നമുക്ക് ഓടാൻ തോന്നുന്നത്, ആ ആങ്സൈറ്റി നമുക്കുണ്ടാകുന്നത് ആ അപകടത്തിൽ നിന്നും രക്ഷപ്പെടാൻ നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആങ്സൈറ്റി എന്ന് പറയുന്നത് ഒരു പ്രശ്നമല്ല, അടിസ്ഥാനപരമായി മനുഷ്യന് ഗുണം ചെയ്യുന്ന, അപകടങ്ങളെയും ഭീഷണികളെയും ഒഴിവാക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു അനുഭവമാണ് ആങ്സൈറ്റി അല്ലെങ്കിൽ ഉത്കണ്ഠ. നമ്മളിപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ആനുപാതികമല്ലാത്ത ആങ്സൈറ്റിയെക്കുറിച്ചാണ്. കയ്യിൽ നിന്നും പാത്രം താഴെ പോകുമ്പോൾ ആങ്സൈറ്റി ഉണ്ടാകുന്ന ആൾ പാത്രം താഴെ പോകാതിരിക്കാൻ ശ്രദ്ധിക്കും, അത് നമുക്ക് ഗുണം ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ പാത്രം താഴെ പോകുമ്പോൾ കയ്യിലിരുന്ന കുഞ്ഞ് താഴെ പോയതുപോലെയുള്ള അനുഭവം ഉണ്ടാക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ആ ആങ്സൈറ്റി അദ്ദേഹത്തെ സംബന്ധിച്ചൊരു പ്രശ്നമാവുകയാണ്. അത് ഔട്ട് ഓഫ് പ്രപ്പോർഷനാണ്, ആനുപാതിക സാഹചര്യത്തിന് ആനുപാതികമായിട്ടല്ല പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. അവിടെയാണ് നമ്മൾ ആൻസൈറ്റി എന്ന് പറയുന്നത് ആങ്സൈറ്റി ഒരു ഇഷ്യൂ ആയിട്ടോ ഒരു ഡിസോർഡർ ആയിട്ടോ ഒക്കെ മാറുന്നത്. അപ്പോൾ അവിടെ ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ഒരിക്കൽ കൂടി ആവർത്തിക്കാം. പലപ്പോഴും പല മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസിൻ്റെയും പിന്നിൽ പ്രവർത്തിക്കുന്നത്, അതിന് പിന്നിൽ ഡ്രൈവ് ചെയ്യുന്ന കോർ ബിലീഫുകൾ യാഥാർത്ഥ്യത്തിന് നിരക്കാത്തതാകുമ്പോഴാണ്. ഇപ്പോൾ ഞാൻ എപ്പോഴും പെർഫെക്റ്റ് ആയിരുന്നാലേ മറ്റുള്ളവർ എന്നെ ഇഷ്ടപ്പെടൂ, എന്നാൽ മാത്രമേ സമൂഹത്തിൻ്റെ അംഗീകാരം എനിക്ക് കിട്ടൂ എന്നൊരു ചിന്ത കൊണ്ട് നടക്കുന്ന ആൾ, അല്ലെങ്കിൽ എനിക്കെന്തോ കുഴപ്പമുണ്ട്, ഞാനൊരു നല്ല മനുഷ്യനല്ല, ഈ പറയുന്നതെല്ലാം ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകൾ ഒരുപാട് സാധാരണമായി കൊണ്ട് നടക്കുന്ന റോങ് കോർ ബിലീഫുകളാണ്, അല്ലെങ്കിൽ വസ്തുനിഷ്ഠമല്ലാത്ത കോർ ബിലീഫുകൾ. ഇത് വളരെ സാധാരണമായിട്ടുള്ളതാണ്. അതായത് എനിക്കെന്തോ കുഴപ്പമുണ്ട്. വേറെ ചില ആളുകൾ ഇരിക്കുന്ന തിരിച്ചറിയും, ഈ ലോകത്തിന് എന്തോ കുഴപ്പമുണ്ട്, അതായത് ഇവിടെയുള്ള മനുഷ്യരാരും ശരിയല്ല, ഈ ലോകം മൊത്തത്തിൽ നീതി ബോധമില്ലാതാണ്, ഇൻജസ്റ്റിസ് നിൽക്കുന്ന സ്ഥലമാണ് ഈ ലോകം, ഞാനിവിടെ കഷ്ടപ്പെടുന്നത് ലോകം ശരിയല്ലാത്തതുകൊണ്ടാണ്. വേറെ ചിലരുടെ ധാരണ ചിലപ്പോൾ ഞാൻ ശരിയല്ലാത്തത് കൊണ്ടാണ് എനിക്കെപ്പോഴും ബുദ്ധിമുട്ടുകളുണ്ടാകുന്നത്. ഇതെല്ലാം സർവ്വസാധാരണമായി മാനസികാരോഗ്യ പ്രശ്നങ്ങൾ നേരിടുന്ന ആളുകൾ റിപ്പോർട്ട് ചെയ്യുന്ന, മനുഷ്യർ കൊണ്ടു നടക്കുന്നതായിട്ട് കാണുന്ന, ആരോഗ്യ പ്രശ്നമുള്ളവർ സാധാരണമായി കൊണ്ടു നടക്കുന്നതായിട്ട് കാണുന്ന ചില റോങ് നെഗറ്റീവ് കോർ ബിലീഫാണ്. അപ്പോൾ ഈ നെഗറ്റീവ് കോർ ബിലീഫിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ നിയമങ്ങൾ ഉണ്ടാക്കി വെക്കും. ഞാൻ എപ്പോഴും മറ്റുള്ളവരോട് യെസ് മാത്രം പറയുന്ന ആളായിരിക്കണം, എന്നെക്കൊണ്ട് ഒരാൾ എനിക്കിഷ്ടമില്ലാത്തൊരു കാര്യം ചെയ്യിക്കാൻ ശ്രമിച്ചാൽ എനിക്കതിനോട് നോ പറയാൻ പാടില്ല, ഞാനത് പറയാൻ പാടില്ല, കാരണം ഞാൻ നോ പറഞ്ഞാൽ അവർക്കത് ഇഷ്ടപ്പെടില്ല, ഞാൻ നോ പറഞ്ഞാൽ ഞാനൊരു മോശം മനുഷ്യനായിട്ട് അവർ മനസ്സിലാക്കും, അല്ലെങ്കിൽ അവരങ്ങനെ തെറ്റിദ്ധരിക്കും, അല്ലെങ്കിൽ അവരങ്ങനെ മനസ്സിലാക്കി എടുത്തു കളയും, അതുകൊണ്ട് ഞാൻ നോ പറയാൻ പാടില്ല. മാനസികാരോഗ്യത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ നോക്കുമ്പോൾ നോ പറയേണ്ട സാഹചര്യങ്ങളിൽ നോയും, യെസ് പറയേണ്ട സാഹചര്യങ്ങളിൽ യെസ്സും പറയാൻ കൃത്യമായി കഴിയുക എന്നുള്ളതാണ് ആരോഗ്യകരമായിട്ടുള്ള ഒരു മാനസികാവസ്ഥയുടെ ലക്ഷണം. എല്ലായിടത്തും നോ പറയുന്നതോ എല്ലായിടത്തും യെസ് പറയുന്നതോ ആരോഗ്യകരമായൊരു മാനസികാവസ്ഥയുടെ ലക്ഷണമല്ല. അപ്പോൾ നമ്മൾ ഈ ചിന്തകളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് നമ്മുടെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, പലതരത്തിലുള്ള മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ട്, ഇതൊരു പൂർണ്ണമായും മനഃശാസ്ത്രം മുഴുവൻ വിശദീകരിക്കുന്ന, എല്ലാ മാനസിക പ്രശ്നങ്ങളെയും കുറിച്ച് വിശദീകരിക്കുന്ന ഒരു വീഡിയോ അല്ല. നമ്മളിതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ റോങ് ആയിട്ടുള്ള കോർ ബിലീഫുകൾ, അല്ലെങ്കിൽ വസ്തുനിഷ്ഠമല്ലാത്ത കോർ ബിലീഫുകൾ എങ്ങനെയാണ് നമുക്ക് മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ളത് എന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ഈ കോർ ബിലീഫുകൾ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്നത് വളരെ കുഞ്ഞു കാലം മുതലേ ആയിരിക്കും, വളരെ ചെറിയ കാലം മുതലേ. ഇപ്പോൾ ഉദാഹരണത്തിന് തീരെ ചെറുപ്പത്തിലേ മുതൽ അച്ഛനമ്മമാരുടെ ശകാരം മാത്രം കേട്ട് മറ്റുള്ളവരോട് ഇടപെടാതെ എപ്പോഴും വളരെ ഓവർലി ക്രിട്ടിക്കലായിട്ടുള്ള പാരൻറ്റിങ്ങിന് വിധേയമായിട്ടുള്ള കുട്ടികളിൽ അവരവരെ കുറിച്ചിട്ടുള്ള അവരുടെ സെൽഫ് വർത്ത്, ഞാനൊരു മോശം ആളാണ്,
അല്ലെങ്കിൽ എപ്പോഴും അച്ഛനും അമ്മയും എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നത്, എനിക്കെന്തോ കുഴപ്പം, ഞാനൊരു മോശം കുട്ടിയാണ്. ചില പാരൻസ് ഒരു പടി കൂടി കടന്ന് കുട്ടികളോട് വെർബലി ഇത് പറയും, നീ മറ്റു കുട്ടികളെ നോക്കൂ, നീ മോശമാണ്, നീ പഠിക്കില്ല, നീ ബുദ്ധിയില്ലാത്ത ആളാണ്, ഇങ്ങനെ പറയുന്ന കേസുകൾ വരെ ഉണ്ട്. അപ്പോൾ നിരന്തരം ഇങ്ങനെ വിമർശനങ്ങളും ശകാരങ്ങളും കേട്ട് പാടുന്ന കുട്ടിയിൽ തീർച്ചയായിട്ടും ഞാൻ എന്തോ കുഴപ്പമുള്ള ആളാണ്, ഞാനൊരു മോശം കുട്ടിയാണ്, ഞാനൊരു മോശം വ്യക്തിയാണ് എന്നൊരു ധാരണ ഉറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ മറ്റുള്ളവരോട് പറ്റില്ല എന്നോ നോ എന്നോ പറഞ്ഞാൽ ഞാനൊരു മോശം ആളാണെന്നുള്ള കാര്യം എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടും എന്ന ഭയമുള്ളതുകൊണ്ട് അവർ നോ പറയാൻ മടിക്കുന്ന ആളാകാം. അവരെപ്പോഴും പെർഫെക്ഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളാകാം. സ്വന്തം ഭാഗത്ത് നിന്ന് വരുന്ന ചെറിയ പിഴവുകൾ പോലും താനൊരു മോശം വ്യക്തിയാണ് എന്ന ധാരണ ഉണ്ടാക്കും എന്ന അടിസ്ഥാന ധാരണ ഉള്ളവരാക്കാം. അങ്ങനെയുള്ളവർ അവരുടെ നിയമത്തിൽ എപ്പോഴും പെർഫെക്ഷനിസം കൊണ്ടുവരും. എനിക്കൊരിക്കലും തെറ്റ് പറ്റാൻ പാടില്ല, ഞാനൊരു വേദിയിൽ കയറി സംസാരിക്കുമ്പോൾ ഒരിക്കൽ പോലും നാക്ക് പിഴ ഉണ്ടാവാൻ പാടില്ല, ഞാൻ സംസാരിക്കുമ്പോൾ ഒരിക്കലും മുക്കലോ മൂളലോ ഉണ്ടാകാൻ പാടില്ല. ഇത്തരം ഇൻ്റർമീഡിയറ്റ് ബിലീഫുള്ള ആളുകൾക്ക് സ്റ്റേജിൽ കയറി സംസാരിക്കുമ്പോൾ ഈ മുക്കലും മൂളലും വരുമെന്നോ പറയുന്നതിൽ ഫാക്ച്വൽ മിസ്റ്റേക്കുകൾ വരുമെന്നോ ഒക്കെയുള്ള പേടി കാരണം സംസാരിക്കാൻ കഴിയില്ല. ഒരു അപകട ഭീഷണിയുള്ള സ്ഥലമായിട്ട് അവർക്ക് ആ വേദി അനുഭവപ്പെടും. അപ്പോൾ അതൊരു പെർഫോമൻസ് ആങ്സൈറ്റിയുടെ എക്സ്ട്രീം കേസായിട്ട് മാറും. ഈ പറഞ്ഞു വന്നത് എങ്ങനെയാണ് വളരെ ചെറുപ്പകാലം മുതലേ നമ്മൾ ഉണ്ടാക്കിയെടുത്തിരിക്കുന്ന ഈ കോർ ബിലീഫുകൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന മാൽ അഡാപ്റ്റീവായിട്ടുള്ള, അതായത് സാഹചര്യങ്ങളോട് പൊരുത്തപ്പെടാൻ ഗുണകരമല്ലാത്ത രീതിയിലുള്ള ഇൻ്റർമീഡിയറ്റ് ബിലീഫുകൾ, ഞാൻ എപ്പോഴും ശരിയായിരിക്കണം, എനിക്കൊരിക്കലും മിസ്റ്റേക്ക് വരാൻ പാടില്ല എന്നൊരു നിയമം ഒരിക്കലും സമൂഹത്തിൽ സാധാരണമായി ജീവിക്കാൻ പറ്റിയ ഒരു നിയമമല്ല. കാരണം എല്ലാ മനുഷ്യർക്കും തെറ്റുകൾ പറ്റും. അത് ആരോഗ്യകരമായി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയാതെ നമ്മൾ ഇത്തരം നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ തീർച്ചയായിട്ടും നമുക്ക് എപ്പോഴും പെരുമാറുമ്പോൾ ഈ ആങ്സൈറ്റി ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ചില ആളുകൾ മറുവശത്തേക്കായിരിക്കും പോവുക, എപ്പോഴും തനിക്ക് സംഭവിക്കുന്നെല്ലാം അബദ്ധങ്ങളാണ് എന്ന് തോന്നിക്കൊണ്ടിരിക്കും. താനിനി ജീവിച്ചിട്ടൊരു കാര്യവുമില്ല, താൻ വളരെ മോശപ്പെട്ട ഒരാളാണ്, തനിക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ലെന്ന അവസ്ഥയിലേക്ക്, അതുപോലെ ഒരു ഡിപ്രഷൻ അവസ്ഥയിലായിരിക്കും എത്തിക്കുക. അത് എങ്ങനെയാണ് കറക്റ്റ് ചെയ്യേണ്ടത്? നമ്മളിപ്പോഴും കരുതുന്നത് തല്ല് കൊടുത്താൽ ഡിപ്രഷൻ മാറുന്നതാണ്, നല്ല അടി കിട്ടാത്തതിൻ്റെ കുറവാണ് എന്നായിരിക്കും ഒരുപക്ഷെ നമ്മുടെ വിഷാദ പ്രശ്നങ്ങൾ കാണിക്കുന്ന അല്ലെങ്കിൽ വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്ന ആളുകളോട് നമ്മൾ കൊടുക്കുന്ന പ്രതികരണം അതാണ്. ചില ആളുകൾ പറയും കല്യാണം കഴിച്ചാൽ ഇത് മാറും, ചില ആൾ വഴിയും നമ്മൾ പറയുന്ന പോലെ വെജിറ്റേറിയൻ ഭക്ഷണം മാത്രം കഴിച്ചാൽ ഇത് മാറും. എല്ലാം തെറ്റായ പരിഹാരങ്ങളാണ്. കാരണം തെറ്റായ കാരണങ്ങളാണ് നമ്മൾ ആരോപിക്കുന്നത്. മാനസികാരോഗ്യ പ്രശ്നങ്ങൾ സ്വഭാവ ദൂഷ്യമല്ല, അതൊരാരോഗ്യ പ്രശ്നമാണ് എന്ന് നമുക്ക് മനസ്സിലാവണം. അപ്പോൾ അതിൻ്റെ പിന്നിലുള്ള കാരണം കണ്ടെത്തണം. 2 തരത്തിലാണ് സയൻസ് മാനസികാരോഗ്യ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ ശ്രമിക്കുന്നത്. ഒന്ന് സൈക്കോളജിക്കലായിട്ടുള്ള ഇടപെടൽ, ഇൻ്റർവെൻഷൻസ്, സൈക്കോളജിക്കൽ ഇൻ്റർവെൻഷൻ അല്ലെങ്കിൽ സൈക്കോളജിക്കൽ തെറാപ്പി, മെഡിക്കേഷൻ, മരുന്ന്. ഇതിന് രണ്ടിനും അതിൻ്റേതായ പ്രാധാന്യവും അതിൻ്റേതായ ഒരു പ്രവർത്തന രീതിയുമാണ് ഉള്ളത്. എങ്ങനെയാണ് ഈ തെറാപ്പി എന്ന് പറയുന്നത്? അതായത് ഒരു സൈക്കോളജിസ്റ്റ്, ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റോ അങ്ങനെ ഒരാളുടെ ഇടപെടൽ അല്ലെങ്കിൽ ഒരു എക്സ്പെർട്ടീസുള്ള ഒരു വൈദഗ്ധ്യമുള്ള ഒരാൾ, ഒരു എക്സ്പെർട്ടിൻ്റെ സഹായത്തോടു കൂടി എങ്ങനെയാണ് ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെടുന്നത്? പല വാക്കുകൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ കഴിയും. അതിലൊരു വാക്ക് കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് എന്നാണ്. വാക്ക് ഒന്ന് പരിചയപ്പെടുത്തി എന്നേ ഉള്ളൂ. കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്, കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തയുമായി ബന്ധപ്പെട്ട വാക്കാണ്. റീസ്ട്രക്ചറിങ് എന്ന് പറഞ്ഞാൽ നമ്മളതിൻ്റെ ഘടനാപരമായി മാറ്റം വരുത്തുന്നതിനാണ് റീസ്ട്രക്ചറിങ് എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ ഈ പറഞ്ഞ നമ്മുടെ ഉത്കണ്ഠ എന്ന് പറയുന്ന പ്രശ്നം എടുക്കാം, ആങ്സൈറ്റി ഇഷ്യൂ. ആങ്സൈറ്റിക്ക് പിന്നിൽ നമ്മൾ പറഞ്ഞതുപോലെ ചില ഇൻ്റർമീഡിയറ്റ് ബിലീഫുകളും അതിൻ്റെയും പിന്നിൽ ചില കോർ ബിലീഫുകളും പ്രവർത്തിക്കുന്നുണ്ട്. അത് പ്രത്യക്ഷത്തിൽ കാണാൻ കഴിയില്ല. എല്ലാ കാര്യങ്ങളോടും വളരെ മോശമായിട്ട് നെഗറ്റീവായിട്ട് മാത്രം പ്രതികരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവർ കാണുന്നത്, അയാൾ തന്നെയും കാണുന്നത് അയാളുടെ ഈ നെഗറ്റീവായിട്ടുള്ള ഓട്ടോമാറ്റിക് തോട്ട്സാണ്. എന്തുകൊണ്ടാണ് അയാൾ എപ്പോഴും ഇങ്ങനെ പെരുമാറുന്നത്, എന്തുകൊണ്ടാണ് അയാളുടെ റിയാക്ഷൻസ് എപ്പോഴും ഇങ്ങനെ ആകുന്നത് എന്നതിന് പിന്നിൽ അയാൾ കൊണ്ടു നടക്കുന്ന ചില നെഗറ്റീവ് ഇൻ്റർമീഡിയറ്റ് ബിലീഫുകളുണ്ടാവും. അത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊള്ളണമെന്നില്ല. പക്ഷേ ഒരു എക്സ്പെർട്ട് തെറപ്പിയിലൂടെ ഈ ആളുമായി സംസാരിക്കുമ്പോൾ, ഈ ക്ലയൻ്റെന്നോ പേഷ്യൻ്റെന്നോ ഒക്കെ നമുക്ക് വിളിക്കാം, ആ ആളിനോട് അദ്ദേഹം സംസാരിക്കുമ്പോൾ, ആ എക്സ്പെർട്ട് സംസാരിക്കുമ്പോൾ അദ്ദേഹം ചെയ്യുന്നത് ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള പല 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 അനുഭവങ്ങളും, അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുള്ള അനുഭവങ്ങളും, അദ്ദേഹത്തിന് സന്തോഷമുണ്ടാക്കിയിട്ടുള്ള റിവാർഡിംഗ് ആയിട്ട് തോന്നിയ അനുഭവങ്ങളും ഒക്കെ കേട്ട് പരിശോധിക്കുമ്പോൾ അതിലൊരു പാറ്റേൺ പതിയെ ഉണ്ടാകുന്നതായിട്ട് അവർക്ക് കാണാൻ പറ്റും. ഈ അനുഭവിക്കുന്ന ആളിന് ഈ പാറ്റേൺ മനസ്സിലാവില്ല, കാരണം അദ്ദേഹം അതിനെ വൈകാരികമായിട്ടായിരിക്കും പ്രതികരിക്കുന്നത്. അങ്ങനെ ആയിരിക്കും. അപ്പോൾ അദ്ദേഹം ആ പാറ്റേൺ കാണില്ല. മറിച്ച് തെറാപ്പിസ്റ്റിന് ഇത് കേൾക്കുമ്പോൾ അതിലൊരു പാറ്റേൺ കാണാൻ പറ്റും. അങ്ങനെ അവർക്ക് ഈ നെഗറ്റീവ് എന്തുകൊണ്ടാണ് ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത് എന്നുള്ള ആ പാറ്റേണിൽ നിന്നും ഇൻ്റർമീഡിയറ്റ് ബിലീഫുകളും അതിൻ്റെയും പിന്നിലുള്ള കോർ ബിലീഫുകളും തിരിച്ചറിയാൻ സാധിക്കും. അങ്ങനെയാണ് ആ എക്സ്പെർട്ടീസ് അവിടെ പ്രയോജനപ്പെടുന്നത്. ഇനി തിരിച്ചറിയപ്പെട്ട് കഴിഞ്ഞാൽ
ഇപ്പോൾ ഒരാൾ കരുതുകയാണ് എനിക്കെന്തോ കുഴപ്പമുണ്ട്, ഞാനൊരു മോശം ആളാണ്. നമുക്കറിയാം അങ്ങനൊരാളില്ല, അങ്ങനൊരു ചിന്ത മാത്രമേ ഉള്ളൂ. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത് തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ആർ ഡിഫറെൻറ്റ് ഫ്രം ഫാക്ട്സ്. വസ്തുതകളിൽ നിന്നും വ്യത്യസ്തമാണ് നമ്മളുടെ ചിന്തകളും നമ്മളുടെ അനുഭവങ്ങളും. ഇപ്പോൾ ഞാൻ പറയുകയാണ് അയാൾ എന്നെ ഇൻസൾട്ട് ചെയ്തു, ഒരു ടീച്ചർ പറയുകയാണ് ആ കുട്ടി എന്നെ ഇൻസൾട്ട് ചെയ്തു, അതൊരു ഫീലിംഗ് ആണ്. ദ ടീച്ചർ ഫെൽറ്റ് ബീങ് ഇൻസൾട്ട് ചെയ്യപ്പെട്ടതായി അദ്ദേഹത്തിന് അനുഭവപ്പെടുകയാണ് ചെയ്തത്. ആ കുട്ടി എന്താണ് ചെയ്തത്? ആ കുട്ടി ഒരുപക്ഷെ അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്തു കാണില്ല. അതായത് സംസാരിക്കാതിരിക്കണം എന്ന് പറഞ്ഞു, മിണ്ടാതിരിക്കാൻ പറഞ്ഞു. പക്ഷേ 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ കുട്ടി സംസാരിച്ചു. പിന്നെ അടുത്തിരിക്കുന്ന ആളോട് സംസാരിച്ചു. ടീച്ചറിന് തൻ്റെ നിർദ്ദേശങ്ങൾ സ്വാഭാവികമായി അനുസരിക്കാൻ വിധിക്കപ്പെട്ട ഒരു വിദ്യാർത്ഥി തൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിക്കാതിരിക്കുന്നത് വഴി തന്നെ ഇൻസൾട്ട് ചെയ്തതായി അനുഭവപ്പെടുകയാണ് ചെയ്തത്. ടീച്ചറിൻ്റെ ഫീലിംഗ് ആണ്. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ടീച്ചറിനെ ഇൻസൾട്ട് ചെയ്യുക എന്നൊരു ഉദ്ദേശം ഉണ്ടാവണമെന്നില്ല. ആ കുട്ടി ടീച്ചറിൻ്റെ ഉപദേശത്തെ അത്ര വിലക്കെടുത്തില്ല. കാരണം അവൻ ആ ക്ലാസ്സിൽ മിണ്ടാതിരിക്കുന്നതിനേക്കാൾ അയാൾക്ക് കൂടുതൽ തൃപ്തികരമായി തോന്നിയത്, അയാൾക്ക് ഫണ്ണിയായിട്ട് തോന്നിയൊരു കാര്യം തൊട്ടടുത്തിരിക്കുന്ന ആളോട് പറയണമെന്ന് തോന്നി. അയാളത് പറഞ്ഞു. അയാൾക്ക് ടീച്ചറെ ഇൻസൾട്ട് ചെയ്യണമെന്ന് ഉദ്ദേശമില്ല. അയാളൊരു പക്ഷേ അവെയറുമായിരിക്കില്ല ടീച്ചറിന് ഇൻസൾട്ടാണ് തോന്നുന്നതെന്ന്. പക്ഷേ ടീച്ചറിന് അനുഭവപ്പെടുന്നത് അവിടെ ഇൻസൾട്ടാണ്. ഇത് പറയാൻ കാരണം നമ്മളുടെ അനുഭവങ്ങൾ വേറെ, വസ്തുതകൾ വേറെ. അപ്പോൾ ഞാനെപ്പോഴും പെർഫെക്റ്റ് ആയിരിക്കണമെന്ന നിയമവും എനിക്കെന്തോ കുഴപ്പമുണ്ട് എന്നുള്ള വിശ്വാസവും കൊണ്ട് നടക്കുന്ന ആൾ, അദ്ദേഹത്തിൻ്റെ വിശ്വാസമല്ല, അദ്ദേഹത്തിൻ്റെ അനുഭവമോ അദ്ദേഹത്തിൻ്റെ തോട്ട്സോ മാത്രമാണ്. അത് ഫാക്റ്റ് ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അവിടെ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതിനെ മാറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ ഉദാഹരണത്തിന്, ഇപ്പം എനിക്കെന്തോ കുഴപ്പമുണ്ട് എന്ന് കരുതുന്ന ഒരാൾ, ആ കോർ ബിലീഫ് കൊണ്ട് നടക്കുന്ന ആൾ, പലപ്പോഴും അയാളുടെ ചിന്ത അയാളെ പ്രേരിപ്പിക്കുന്നത് ഇത് ശരിയാണെന്ന് തെളിയിക്കുന്ന ഉദാഹരണങ്ങളെ ശ്രദ്ധിക്കാനാണ്. മനുഷ്യ മനസ്സിൻ്റെ കോമൺ ആയിട്ടുള്ള ഒരു ശീലമാണത്. അതായത് നമ്മളുടെ ധാരണകളെ ശരിവെക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കുക. കൺഫർമേഷൻ ബയാസ് എന്ന് തന്നെ വിളിക്കും. അതായത് ഇപ്പോൾ ഞാനൊരു മോശം ആളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ ആളുകൾ എന്നെ ചീത്ത വിളിക്കുന്നതോ ആളുകൾ എന്നെക്കുറിച്ച് മോശം പറയുന്നതോ ആളുകൾ എന്നെ വിമർശിക്കുന്നതോ ഒക്കെ ആയിരിക്കും ഞാൻ ശ്രദ്ധിക്കുക. പക്ഷേ ഒരാൾ എൻ്റെ അടുത്ത് താങ്ക്സ് പറയുന്നത്, ഞാൻ ചെയ്തത് നല്ല കാര്യമാണ് എന്ന് പറയുന്നത് ഞാൻ അത്ര സീരിയസ് ആയിട്ട് എടുക്കണമെന്നില്ല. ഞാനത് പെട്ടെന്ന് മറക്കാൻ സാധ്യതയുണ്ട്. കാരണം ഞാൻ എൻ്റെ വിശ്വാസങ്ങൾ ശരിവെക്കുന്ന ഉദാഹരണങ്ങൾ ഓർത്തിരിക്കും. ഒരു തെറാപ്പിസ്റ്റിന് ഒരു പക്ഷേ ഈ തൻ്റെ തെറ്റായ വിശ്വാസങ്ങളെ കൗണ്ടർ ചെയ്യുന്ന, അതിനെ ഖണ്ഡിക്കുന്ന ഉദാഹരണങ്ങൾ കൂടി ശ്രദ്ധിക്കാൻ ഈ ആളിനെ സഹായിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കുമ്പോൾ, എന്നെക്കുറിച്ച് ആളുകൾ നല്ലത് പറയുന്നതും എന്നോട് ആളുകൾ പോസിറ്റീവായി പ്രതികരിക്കുന്നതും കൂടി ഞാൻ ശ്രദ്ധിച്ചു തുടങ്ങുമ്പോൾ, അത് തീർച്ചയായിട്ടും ഒരുപാട് അധ്വാനം, അതായത് നമ്മൾ മാനസികമായിട്ടും ഒക്കെ നമ്മൾ ഒരുപാട് അധ്വാനമിട്ട് അതിന് പിന്നിൽ പ്രവർത്തിച്ച് തെറപ്പിക്ക് നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രം നമ്മൾ പതിയെ ഉണ്ടാകും. നമ്മുടെ ശരീരത്തിന്, നമ്മുടെ മസ്തിഷ്കത്തിന് ന്യൂറോപ്ലാസ്റ്റിസിറ്റി എന്ന് പറയുന്നൊരു പ്രത്യേകതയുണ്ട്. അതിന് പുതിയ ഇൻഫർമേഷൻ എടുക്കാനും അതിനനുസരിച്ച് ധാരണകളെ തിരുത്താനുമുള്ള കഴിവുണ്ട്. പക്ഷേ അത് എളുപ്പമല്ല. ഒരു ശരീരത്തിലെ ഒരു അവയവം മാറ്റുന്നത് പോലെ അല്ല നമ്മളെ ചിന്തകളെ മാറ്റുന്നത് നമ്മളെപ്പോഴും മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് അതിന് സമയമെടുത്തേക്കും, അതിന് അധ്വാനം വേണ്ടി വന്നേക്കും. പക്ഷേ തീർച്ചയായിട്ടും അത് മാറ്റാൻ സാധിക്കും. അപ്പോൾ കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ്ങിലൂടെ ഒരു രീതിയിൽ നമുക്ക് ഈ മാനസികാരോഗ്യ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ സാധിക്കും. ഇനി കോഗ്നിറ്റീവ് റീസ്ട്രക്ചറിങ് പോലെ മറ്റൊരു മാർഗ്ഗം എന്ന് പറയുന്നത് ഒരുപക്ഷെ ഒരു ബിഹേവിയറൽ എക്സ്പെരിമെൻ്റ് ഒക്കെ ആവാം. ഇപ്പോൾ ഉദാഹരണത്തിന് സ്റ്റേജിൽ കയറിയാൽ ആളുകളെ അഭിസംബോധന ചെയ്യാൻ പ്രശ്നമുള്ള ആളുകൾ, അല്ലെങ്കിൽ പൊതുസ്ഥലത്തിറങ്ങി മനുഷ്യരോട് ഇടപെടാൻ പ്രശ്നമുള്ള ആളുകൾ, അതായത് ആങ്സൈറ്റി ഇഷ്യൂസ് കാരണം, സോഷ്യൽ ആങ്സൈറ്റി കാരണം ആൾക്കൂട്ടത്തിലേക്ക് പോകാനും ഒക്കെ ബുദ്ധിമുട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ ഒരു തെറാപ്പിസ്റ്റ് സ്വീകരിക്കാൻ പോകുന്ന മാർഗ്ഗം ചെറിയ ചെറിയ ആൾക്കൂട്ടങ്ങളിലേക്കോ, ആൾക്കൂട്ടത്തിൻ്റെ അധികം അകത്തേക്ക് പോകാതെ അതിൻ്റെ പുറം ഭാഗത്തൊക്കെ നിന്നോ ഒക്കെ പതിയെ ഈ ആങ്സൈറ്റിയെ ഉണ്ടാക്കുന്ന അനുഭവങ്ങളെ നടത്തി നോക്കുക എന്നുള്ളതാണ്. അത്തരം പെരുമാറ്റങ്ങൾ നടത്തി നോക്കുക. എന്നിട്ട് അതിൽ നിന്ന് എന്ത് റിസൾട്ട് ഉണ്ടാകുന്നു, ഞാൻ സ്റ്റേജിൽ കയറുമ്പോൾ ആളുകൾ എന്നെ നോക്കി പരിഹസിക്കുമോ, അല്ലെങ്കിൽ ആളുകൾ എന്നെ തെറ്റാണെന്ന് ഞാൻ പറയുന്ന തെറ്റുകൾ കണ്ടെത്തിയിട്ട് അവരെന്നെ ഒരു മോശക്കാരനായിട്ട് വിധി എഴുതുമോ, ഇങ്ങനെയൊക്കെയുള്ള പേടിയുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു 5 പേരുടെ മുമ്പിൽ സംസാരിച്ചതിന് ശേഷം അവരെങ്ങനെ പ്രതികരിക്കുന്നു എന്ന് ശ്രദ്ധിക്കുകയും അവരോട് പിന്നീട് ചോദിക്കുകയാണ് ഞാൻ സംസാരിച്ചപ്പോൾ എന്ത് തോന്നി. അപ്പോൾ നമുക്ക് ഒരുപക്ഷെ മനസ്സിലാവും, ഞാൻ വിചാരിച്ചതുപോലെ അത്ര ക്രിട്ടിക്കലായിട്ടൊന്നുമല്ല ആൾക്കാർ എന്നെ കണ്ടുകൊണ്ടിരുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ നടന്നു പോകുമ്പോൾ ഞാൻ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഷർട്ടിൻ്റെ ഒരു ഭാഗത്ത് ഒരു കറ പറ്റിയെന്ന് കരുതിക്കോളും. അപ്പോൾ എനിക്ക് എപ്പോഴും തോന്നുന്നത് ഞാനിങ്ങനെ ആളുകൾ ഈ കറ ശ്രദ്ധിക്കുന്നുണ്ടോ, കാരണം ഞാൻ ആ കറയെക്കുറിച്ച് എപ്പോഴും ബോധവാനാണ്. അപ്പോൾ അതുകൊണ്ട് ആ കറ ശ്രദ്ധിക്കുന്നുണ്ടോ, അതെനിക്കൊരു എംബാരസ്മെൻറ്റ് ഉണ്ടാക്കുമോ എന്നൊക്കെ ഞാൻ പേടിക്കുന്നുണ്ടാവും. പക്ഷേ അത്തരമൊരു സാഹചര്യത്തിൽ ഒരാൾ പുറത്തിറങ്ങി നിങ്ങളിത് കണ്ടിരുന്നോ എന്ന് പിറ്റേ ദിവസം ചോദിച്ചാൽ ഒരുപക്ഷെ മനസ്സിലാവും എന്താണ്, അയാൾ ആ കറ ശ്രദ്ധിച്ചിട്ടേ ഉണ്ടാവില്ല. നമ്മളെപ്പോഴും ആ കറയെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരുന്നത് കൊണ്ടാണ് നാട്ടുകാർ മുഴുവൻ നമ്മുടെ ഷർട്ടിലെ കറയെക്കുറിച്ചാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്, സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ നമുക്ക് തോന്നിയത്. അപ്പോൾ ആ തോന്നലുകൾ മറിച്ച് തെളിയിക്കപ്പെടുന്നത് വരെ ശരിയാണെന്നാണ് നമ്മൾ വിശ്വസിക്കുക.
അത് മറിച്ച് തെളിയിക്കാൻ നമ്മൾ ചില പരീക്ഷണങ്ങൾ ഒരുപക്ഷെ നടത്തി നോക്കേണ്ടി വരും. അത് ഓരോ വ്യക്തിയുടെയും പ്രശ്നങ്ങൾക്കനുസരിച്ച്, ഓരോ വ്യക്തിയുടെയും സാഹചര്യങ്ങൾക്കനുസരിച്ച് അതെങ്ങനെ മാറണം, എന്തൊക്കെ ചെയ്തു നോക്കാം എന്ന് തീരുമാനിക്കാൻ വൈദഗ്ധ്യമുള്ള ഒരു തെറാപ്പിസ്റ്റിന് സാധിച്ചേക്കും. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ നമ്മുടെ കോർ ബിലീഫുകളെ ഉൾപ്പെടെ നമ്മുടെ ചിന്താഗതികളെയും സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യങ്ങളെയും ഒക്കെ റീസ്ട്രക്ചർ ചെയ്യാനുള്ള മാർഗങ്ങൾ ഒരു തെറാപ്പിസ്റ്റിന് ഉപദേശിക്കാൻ സാധിക്കും. ഇനി മറ്റൊരു വശമുള്ളത് മെഡിക്കേഷനാണ്. മരുന്നുകളുടെ അടിസ്ഥാനത്തിൽ എങ്ങനെ ഈ പ്രശ്നങ്ങളെ പരിഹരിക്കാം. നമ്മളെപ്പോഴും ശ്രദ്ധിക്കുക, പലപ്പോഴും ആളുകൾ മരുന്ന് അല്ലെങ്കിൽ തെറപ്പി എങ്ങനെ സംസാരിക്കാറുണ്ട്, അല്ലെങ്കിൽ തെറപ്പിസ്റ്റുകൾക്ക് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുന്നവരോടുള്ള ദേഷ്യമോ ഇഷ്ടക്കേടോ ഒക്കെ പ്രകടിപ്പിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ടാകും. പക്ഷേ സയൻസിൻ്റെ കണ്ണിലൂടെ നോക്കുമ്പോൾ രണ്ടിനും അതിൻ്റേതായ പ്രാധാന്യമുണ്ട് എന്ന് വേണം കാണാൻ. മരുന്നുകളിലേക്ക് വരുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ചിന്താഗതികളെയും നമ്മളുടെ പെരുമാറ്റത്തെയും ഒക്കെ അടിസ്ഥാനപരമായി നിയന്ത്രിക്കുന്നത് നമ്മുടെ മസ്തിഷ്കമാണ്. മസ്തിഷ്കം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാനപരമായി കുറേ നാഡീകോശങ്ങൾ, ന്യൂറോണുകളുടെ ഒരു നെറ്റ്വർക്കാണ്. ആ ന്യൂറോണുകൾ ഇഷ്ടംപോലെ നമ്മുടെ ബില്യൺസ് ആണല്ലേ, നൂറുകണക്കിന് കോടി ന്യൂറോണുകളുണ്ട്. ഇവർക്കിടയിലുള്ള കണക്ഷൻസാണ് ഈ നെറ്റ്വർക്കുകൾ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരാൾ ഡ്രൈവിംഗ് പഠിക്കുമ്പോൾ ഡ്രൈവിങ്ങുമായി ബന്ധപ്പെട്ട തലച്ചോറിൽ ഒരു നെറ്റ്വർക്ക് സ്ട്രോങ് ആകുന്നുണ്ട്. അങ്ങനെയാണ് ഡ്രൈവിംഗ് കൂടുതൽ ആയാസരഹിതമായിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ചെടുക്കുമ്പോൾ അടിസ്ഥാനപരമായി നമ്മുടെ ലേണിംഗ് എന്ന് പറയുന്ന പ്രക്രിയയിൽ നമ്മൾ നടക്കുന്നത് ഈ പുതിയ പുതിയ നെറ്റ്വർക്കുകൾ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മളുടെ ഈ ഓട്ടോമാറ്റിക്കായിട്ടുള്ള ബിഹേവിയറും അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന കോർ ബിലീഫും ഒക്കെ അടിസ്ഥാനപരമായി മസ്തിഷ്കത്തിലെ ന്യൂറോണുകൾക്കിടയിലുള്ള നെറ്റ്വർക്കുകളായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇവിടെ അനാരോഗ്യകരമായിട്ടുള്ള രീതിയിൽ ഇത് പ്രവർത്തിക്കുന്നതിന് പിന്നിൽ പലപ്പോഴും ഈ നെറ്റ്വർക്കുകളിലുള്ള ഇംബാലൻസ്, അസന്തുലനമാണ് പലപ്പോഴും കാരണമാകുക. ഇപ്പോൾ ഉദാഹരണത്തിന് ന്യൂറോ കെമിസ്ട്രി, നാഡിയുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച്, നാഡീകോശങ്ങളുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ ഒരു കെമിസ്ട്രി ഇവിടെ പറയേണ്ടതുണ്ട്. കാരണം നാഡീകോശങ്ങൾ അടിസ്ഥാനപരമായി സിഗ്നൽ കടത്തിവിടുന്നത് ഇലക്ട്രിക്കൽ ഇമ്പൾസുകളായിട്ടാണ്, വൈദ്യുത സിഗ്നലുകളായിട്ടാണ്. പക്ഷേ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഒരു നാഡീകോശത്തിനകത്തൂടി സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് സിഗ്നലുകൾക്ക് ഇലക്ട്രിക്കലായിട്ട് മാത്രം സഞ്ചരിക്കാൻ കഴിയുന്നത്. ഒരു നാഡീകോശത്തിൽ നിന്നും മറ്റൊരു നാഡീകോശത്തിലേക്ക്, നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ അടുത്ത കോശത്തിലേക്ക് പോകണമല്ലോ, ഈ രണ്ട് കോശങ്ങൾക്കിടയിൽ ഒരു വിടവുണ്ട്. അവിടെ ഇലക്ട്രിക്കൽ ഇമ്പൾസിന് കടന്നു പോകാൻ പറ്റില്ല. ആ വിടവിനെ നമ്മൾ വിളിക്കുന്നത് സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്നാണ്. സിനാപ്റ്റിക് വിടവ്, ഈ നാഡീകോശങ്ങളുടെ ആ എൻഡിൽ വരുന്ന ഭാഗമാണ് സിനാപ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ അടുത്ത നാഡീകോശത്തിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഈ വിടവ് കടന്നു വേണം അപ്പുറത്തേക്ക് പോകാൻ. അപ്പോൾ അവിടെ ഇലക്ട്രിക്കൽ ഇമ്പൾസ് അല്ല പോവുക, മറിച്ച് അവിടെ ഒരു കെമിക്കൽ മെസ്സഞ്ചറാണ് പോകുന്നത്. അത്തരം കെമിക്കൽ മെസ്സഞ്ചറുകളെ, രാസ സന്ദേശവാഹകരെ നമ്മൾ വിളിക്കുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്നാണ്. അത് ചില കെമിക്കൽ ആണ്. ആ സിഗ്നലിൻ്റെ സ്വഭാവത്തിനനുസരിച്ചിട്ട് ഈ സിനാപ്സിൻ്റെ ഒരു എൻഡിൽ നിന്നും കുറച്ച് കെമിക്കൽസ്, ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ റിലീസ് ചെയ്യപ്പെടുകയും അത് തൊട്ടപ്പുറത്തെ സെല്ലിൻ്റെ നാഡീകോശത്തിൻ്റെ അറ്റങ്ങളെ, ഡെൻഡ്രൈറ്റുകളെന്നും ആക്സോൺ എന്നൊക്കെ വിളിക്കുന്ന അറ്റങ്ങളാണ് നാഡീകോശങ്ങൾക്കുള്ളത്. ഈ വിടവിന് അപ്പുറത്ത് ചെന്നിട്ട് ഈ ആദ്യത്തെ നാഡീകോശത്തിൽ നിന്നും പുറത്തേക്ക് വരുന്ന ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ റിസീവ് ചെയ്യുന്ന റിസപ്റ്റേഴ്സ് അപ്പുറത്തെ നാഡീകോശത്തിലുണ്ട്. അപ്പോൾ ഏത് രാസവസ്തുവാണ് ഇവിടുന്ന് അവിടേക്ക് ചെന്നത് എന്നതിനനുസരിച്ചിട്ടാണ് ആ സിഗ്നൽ അടുത്ത നാഡീകോശം സ്വീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കിയാൽ സെറട്ടോണിൻ, ഡോപ്പമിൻ, നോറെപ്പിനെഫ്രിൻ എന്നൊക്കെ ഉള്ള കുറേ രാസവസ്തുക്കൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ന്യൂറോ ട്രാൻസ്മിറ്ററുകളായിട്ട് പ്രവർത്തിക്കുന്നുണ്ടാവും. ഈ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുടെ അളവിൽ വരുന്ന ഇംബാലൻസ്, ഇപ്പോൾ സെറട്ടോണിൻ ഒരു പരിധിയിലപ്പുറം കുറഞ്ഞു പോയാൽ അത് ആങ്സൈറ്റിയോ ഡിപ്രഷനോ പോലുള്ള മാനസിക പ്രശ്നങ്ങളിലേക്ക് നയിച്ചേക്കാം. അപ്പോൾ അവിടെ നമ്മൾ മെഡിസിൻ എന്താണ് ചെയ്യുന്നത്? മെഡിസിൻ ചെയ്യുന്നത് ഈ ഇംബാലൻസ് മാറ്റുക എന്നുള്ളതാണ്. ഇപ്പോൾ സെലക്റ്റീവ് സെറട്ടോണിൻ റീഅപ്ടേക്ക് ഇൻഹിബിറ്റേഴ്സ്, SSRI എന്ന് വിളിക്കുന്ന ഒരു ക്ലാസ് ഓഫ് മരുന്നുകളുണ്ട്. അവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഈ സെറട്ടോണിൻ പെട്ടെന്ന് തന്നെ അകത്തേക്ക് റീഅപ്ടേക്ക് ചെയ്ത് പോയി അതിൻ്റെ അളവ് കുറയുന്നതിനെ ഒഴിവാക്കുക, അത് തടയാനാണ് അവർ ശ്രമിക്കുന്നത്. അങ്ങനെ SNRIs എന്നൊക്കെ പറയുന്ന പല തരത്തിൽ പല ക്ലാസ് ഓഫ് മെഡിസിൻസ് ലഭ്യമാണ്. ഇവർ അടിസ്ഥാനപരമായി ചെയ്യുന്നത് ഈ ആവശ്യത്തിൽ കൂടുതലോ ആവശ്യമല്ലാത്ത രീതിയിലോ പ്രവർത്തിക്കുന്ന രാസവസ്തുക്കളുടെ ഈ ഇംബാലൻസിനെ ബാലൻസിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്നതാണ് ഈ മരുന്നുകൾ ചെയ്യുന്നത്. അത് ഓവർനൈറ്റ്, പനിയുടെ മരുന്ന് കഴിച്ചിട്ട് പനി ടെമ്പറേച്ചർ കുറയ്ക്കുന്നത് പോലെ ഓവർനൈറ്റ് പെട്ടെന്ന് സംഭവിക്കുന്ന ഒരു രാസപ്രഭാവം ആയിക്കൊള്ളണം എന്നില്ല. രാസവസ്തുക്കൾ പലതരം, ഇങ്ങനെ പ്രവർത്തിക്കുന്ന മരുന്നുകളിൽ ആൻറ്റി ഡിപ്രസൻറ്റുകൾ, ആൻറ്റി ആങ്സൈറ്റി മെഡിസിൻസ്, അങ്ങനെ പലതരത്തിലുള്ള മരുന്നുകളുണ്ട്. ചില മരുന്നുകൾ ഒരുപക്ഷെ പെട്ടെന്നുണ്ടാകുന്ന ആങ്സൈറ്റി അറ്റാക്ക് ഒഴിവാക്കാൻ സഹായിക്കുന്ന രീതിയിൽ പെട്ടെന്ന് പ്രവർത്തിച്ചേക്കാം. അപ്പോൾ അവർക്ക് അതേസമയം തന്നെ ഒരുപക്ഷെ ഉറക്കം ഉണ്ടാകുന്ന സൈഡ് എഫക്റ്റ് ഉണ്ടായെന്ന് വരും. അതെല്ലാം അറിഞ്ഞിട്ടായിരിക്കും എപ്പോഴും ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള മനോരോഗ വിദഗ്ധൻ അല്ലെങ്കിൽ ഒരു സൈക്യാട്രിസ്റ്റ്
ഒരു മരുന്ന് നിർദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതൊന്നും നമുക്ക് നേരെ പോയി പാരസെറ്റമോൾ വാങ്ങുന്നത് പോലെ വാങ്ങി കഴിക്കാവുന്ന മരുന്നുകളല്ല എന്നുകൂടി ആലോചിക്കണം. മരുന്നുകളെ പേടിക്കുന്ന ഒരു ട്രെൻഡ് പൊതുവിൽ ഈ മേഖലയിലേക്കും കടന്നു വരാറുണ്ട് എന്നുള്ളത് ഒരു വാസ്തവമായിട്ട് അവിടെ നിൽക്കുന്നു. പക്ഷേ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് അടിസ്ഥാനപരമായും മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ്. നമ്മൾ എങ്ങനെയാണോ മറ്റൊരു ഒരു പനിയോ അല്ലെങ്കിൽ ഒരു നടുവേദനയോ നമ്മൾ എങ്ങനെയാണോ കാണുന്നത് അതുപോലെ തന്നെ കാണപ്പെടേണ്ടവയാണ് മാനസിക പ്രശ്നങ്ങളും. പക്ഷേ മാനസിക പ്രശ്നങ്ങൾ മാനസികം എന്ന് പറയുന്നൊരു ഭാഗം കൂടി അവിടെ ഉള്ളതുകൊണ്ട് തന്നെ അവയുടെ കാരണങ്ങൾക്ക് പിന്നിൽ സൈക്കോളജിക്കലായിട്ടുള്ള ഘടകങ്ങളും ഉണ്ടായേക്കാം. അതുകൊണ്ട് തന്നെ സൈക്കോളജിക്കലായിട്ടുള്ള പരിഗണനകൾ കൂടി നടത്തി ചെയ്യേണ്ട ഒരു ചികിത്സയാണ് എന്നതൊഴിച്ചാൽ ആരോഗ്യ പ്രശ്നങ്ങളായി തന്നെ അവയെയും കാണാൻ ശ്രമിക്കണം. നമ്മുടെ നാട്ടിൽ പലപ്പോഴും മാനസികാരോഗ്യ പ്രശ്നം പുറത്തു പറയുന്നതിന് ആളുകൾക്ക് മടിയുണ്ട്. അതിന് കാരണം ഒരു പൊതുബോധം അതിന് പ്രതികൂലമാണ്. ഒരാളിൻ്റെ സ്വഭാവ പ്രശ്നമായിട്ടോ അയാൾക്ക് മറ്റു രീതിയിൽ, അതായത് ഒരാൾക്ക് നടുവേദന വരുമ്പോഴോ നെഞ്ചുവേദന വരുമ്പോഴോ ഇല്ലാത്ത എന്തോ കുഴപ്പം, അവിടെ എങ്ങും ഇല്ലാത്ത എന്തോ ഒരു മോശം കാര്യം മാനസികാരോഗ്യ പ്രശ്നത്തിലുള്ളതുപോലെ ഒരു ധാരണ പൊതുവെ പുറത്തു നിൽക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, മാനസികാരോഗ്യ പ്രശ്നങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ്. അവയിൽ മസ്തിഷ്കത്തിലെ കെമിക്കലിൻ്റെ ഇംബാലൻസോ വളരെ കുഞ്ഞുനാൾ മുതലേ നമുക്കുണ്ടായ അനുഭവങ്ങളിൽ നിന്ന് നമ്മൾ ഉണ്ടാക്കിയെടുത്ത തെറ്റായിട്ടുള്ള വിശ്വാസങ്ങളോ ഒക്കെ ആയിരിക്കാം ഒരുപക്ഷെ അവിടെ പ്രവർത്തിക്കുന്നത്. അത് കൃത്യമായി വേർതിരിച്ചറിയാനും അത് കൃത്യമായി ഇടപെടാനും, അത് തെറപ്പി എന്ന് പറയുന്ന രീതിയിൽ കൗൺസിലിംഗ് പോലെയോ അല്ലെങ്കിൽ മെഡിക്കേഷനോടുകൂടിയോ കൃത്യമായി ഇടപെടുന്നതിനുള്ള എക്സ്പെർട്ടീസ് നമ്മുടെ നാട്ടിൽ ഉണ്ടായി വരണമെങ്കിൽ ഇപ്പോഴും ഉണ്ട്. പക്ഷേ അത് ഉപയോഗിക്കുന്നവരുടെ എണ്ണം ഒരുപക്ഷെ കുറവായിരിക്കാം. പക്ഷേ നമ്മുടെ നാട്ടിൽ മാറ്റങ്ങൾ വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നത് പോസിറ്റീവായിട്ട് നമ്മൾ കാണണം. പക്ഷേ ഇനിയും ഈ ഒരു ബോധവൽക്കരണം നമ്മുടെ നാട്ടിൽ ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ മാനസികാരോഗ്യ പ്രശ്നങ്ങളും ആരോഗ്യ പ്രശ്നങ്ങൾ തന്നെയാണ് എന്നും അവയെ നമുക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത് പോലെ ശാസ്ത്രീയമായി തന്നെ സമീപിക്കേണ്ടതുണ്ട് എന്നും ഓർമ്മിപ്പിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വിഷയമായിട്ട് പിന്നെയും കാണുന്നവരെ ബൈ.